അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് ചെയ്യാൻ പോണേന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം അല്ലേ. ഇന്നത്തെ വീഡിയോ കപ്പയും ഇറച്ചിയും. ഇറച്ചി എല്ല് കൂടിയ ഇറച്ചിയാണ്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ കപ്പ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. കപ്പ ഞാൻ ചെയ്യുമ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ തിളപ്പിച്ച് ഊറ്റിക്കളയും, വെള്ളം ഊറ്റിക്കളയും. കാരണം കപ്പയിൽ ഷുഗർ കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കപ്പ 1-2 പ്രാവശ്യമൊക്കെ തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളയും. അത് നല്ലതായിരിക്കും, നമുക്ക് അങ്ങനെ കഴിക്കുന്നതാണ് നല്ലത്. അപ്പോൾ കപ്പ നന്നായിട്ട് തിളച്ച് ആദ്യത്തെ വെള്ളം ഊറ്റിക്കളയുകയാണ്. ഇത് അപ്പോൾ കപ്പ രണ്ടാമതും തിളപ്പിച്ച് ഊറ്റി കളയുകയാണ്. കപ്പ വേവായിട്ടുണ്ട്, എങ്കിലും ഒന്നുകൂടി ഞാൻ തിളപ്പിച്ച് ഊറ്റുന്നുണ്ട്. അപ്പോൾ കപ്പയ്ക്ക് ആവശ്യമായ ഉപ്പ് മൂന്നാമത് വെള്ളമൊഴിച്ച് തിളപ്പിക്കുന്നതിന് ആ ഒരു സെക്ഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2-2.5 ടീസ്പൂണ് ഉപ്പ് ഇടുന്നുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം കപ്പ നന്നായിട്ട് വെന്തു. നല്ല കപ്പയാണ്. കപ്പയ്ക്ക് ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അത് തിളച്ച് ആയതിന് ശരിക്ക് വേവാവണതിന് മുമ്പായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ കപ്പ വയ്ക്കുമ്പോൾ തന്നെ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ കപ്പ കല്ലച്ച് പോവും, വേവാൻ ബുദ്ധിമുട്ടായിരിക്കും, സമയം കൂടുതലെടുക്കും. അപ്പോൾ അതുകൊണ്ട് അത് വേവിലേക്ക് കൃത്യമായിട്ട് കിടക്കുന്ന സമയത്ത് മാത്രം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. താഴെ നിന്ന് മാറ്റില്ലേ ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഊറ്റിലാണ്. അപ്പോൾ ഞാനത് സ്ട്രെയിനറിലേക്ക് ഊറ്റിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത നമ്മുടെ സെക്ഷൻ എന്ന് പറഞ്ഞത് ഇറച്ചി കറി വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാനതിന് കുക്കറാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇത് എല്ലോട് കൂടിയ ഇറച്ചിയാണ്. അപ്പോൾ അത് വേവണമെങ്കിൽ ലേശം സമയമെടുക്കും. അപ്പോൾ അതിനായിട്ട് ഞാൻ കുക്കറിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 4 ടീസ്പൂണോളം ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. കപ്പയ്ക്ക് ഇച്ചിരി ഓയിൽ കൂടുതലിരിക്കണം, എന്നാലാണ് അതൊരു നല്ല ടേസ്റ്റിലേക്ക് വരത്തുള്ളൂ. നമുക്ക് ഈ എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കടുകിടാനായിട്ടേ ആദ്യമേ ഒരു 1-2 ഒരു നുള്ള് കടുക് ഇട്ട് നോക്കാം. അത് പൊട്ടുന്നുണ്ടോയെന്ന് നോക്കാം. പൊട്ടുന്നില്ലെങ്കിൽ എണ്ണ കറക്റ്റായിട്ട് ചൂടായിട്ടില്ല എന്നാണ് അർത്ഥം. ഇതിപ്പോൾ കടുക് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒരു 2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ഞാനൊരു നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിയാണ്. അപ്പോൾ അതൊരു 20 അല്ലിയോളം ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. അതിട്ടു. അതിൻ്റെ പിറകെ നമുക്ക് ഒരു 2 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചിട്ട് അതിട്ട് കൊടുക്കാം. അതൊന്ന് ജസ്റ്റ് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്തതായിട്ട് ചെറുള്ളി ഒരു 20ഓളം ചെറുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കാം. ഇതിപ്പോൾ ബീഫ് കറിയിലേക്ക് വേണ്ട മസാലയാണ് നമ്മളുണ്ടാക്കുന്നത്. ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച്
സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ഞാനൊരു 3 മീഡിയം സവാളയാണ് അത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മുളക് പൊടി അധികം ചേർക്കുന്നില്ല, അതുകൊണ്ട് പച്ചമുളകാണ് ഇച്ചിരി അധികം ചേർക്കുന്നത്. ഇതൊരു 7-8 10 പച്ചമുളകുണ്ട്. അത് ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. ഇനിയിപ്പോൾ ഇത് സവാളയൊക്കെ ഒരു ഗോൾഡൻ കളറിലേക്ക് മാറുന്നത് വരെ നമുക്ക് ചെറിയ തീയിൽ വയ്ക്കാം. അപ്പോൾ ഞാനൊരു ചെറിയ ജാറ് നിറച്ച് തേങ്ങ പീര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായ കുറച്ച് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. ഒരു 6-7 പച്ചമുളകോളം ചെറിയ പീസായിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഒരുപാട് ഇത് ഒന്ന് നമുക്ക് കറക്കിയെടുക്കാം. ഇത് അധികം പൊടിഞ്ഞു പോകരുത്. ഇത് കപ്പയിൽ ചേർക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നത്. അപ്പോൾ അത് തേങ്ങ ഞാൻ ഇപ്പോൾ എടുത്തത് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിന് അരിയണം നമ്മളത് അരച്ചെടുക്കേണ്ടത്. അധികം പൊടിയാക്കി കളയരുത്. അപ്പോൾ നമുക്ക് കപ്പ ഉടയ്ക്കണം. നമ്മുടെ ആലപ്പുഴ സൈഡിലേക്ക്, കോട്ടയം സൈഡിലേക്ക് പോയി കപ്പ ബിരിയാണി എന്നാണ് പറയണേ. ഞങ്ങൾ അങ്കമാലി സൈഡ്, ആലുവ സൈഡൊക്കെ പറയണത് കപ്പ ഇറച്ചി. അപ്പോൾ അതിന് ഞാനൊരു ചപ്പാത്തി ഉണ്ടാക്കുന്ന തടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും കൂടിയിട്ട് മിക്സ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണും കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ നോക്കിയതാണ്. അപ്പോൾ അത് കറക്റ്റായിരുന്നു, ഉപ്പൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസ് ചാനലിൽ കയറി എല്ലാ വീഡിയോസൊക്കെ കണ്ടിട്ട് ഏറ്റവും നല്ല കമൻസ് അയക്കുന്ന ആൾക്കൊക്കെ ആൾക്കെല്ലാവർക്കും അല്ല, ആരെങ്കിലും ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു 500 രൂപ, സാധാരണ യൂട്യൂബേഴ്സ് നമ്മളല്ല യൂട്യൂബേഴ്സ് എന്ന് പറയാനുള്ള, നമ്മൾ ചെറിയ പരിപാടികൾ ചെയ്യുന്ന അത് പോസ്റ്റ് ചെയ്യുന്ന അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ ഒരു ബിസിനസ് രംഗമായിട്ട് ഇതിനെ കാണുന്നില്ല. നമ്മുടെ ഓരോ ചെറിയ ആക്ടിവിറ്റീസുകളൊക്കെ ഇതിനകത്ത് ഇടുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ സാധാരണ കാണാറുള്ളത് മറ്റുള്ള യൂട്യൂബേഴ്സൊക്കെ ലക്ഷങ്ങൾ മേടിക്കുന്നുണ്ട്. നമുക്ക് ലക്ഷങ്ങൾ മേടിക്കാനല്ല, പക്ഷെ അവരൊന്നും ഇത്രയും പൈസ അവർ മേടിച്ചിട്ട് അവരെ ഫോളോവേഴ്സിന് വേണ്ടിയിട്ട് ആരും ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമ്മൾക്ക് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മളെന്തെങ്കിലും ചെയ്യണമല്ലോ. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാനൊരു നല്ല കമൻസ്, ഏറ്റവും നല്ല വീഡിയോ ഏതാണെന്നുള്ളതും ഒക്കെ കാണിച്ചിട്ട് നല്ല കമൻസ് ഇടുന്ന ആൾക്കാർക്ക് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് 500 രൂപ ഗൂഗിൾ പേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇത് കമൻസ് ഇടുമ്പോഴത്തേക്കും നിങ്ങളുടെ ഫോൺ നമ്പറും കൂടി ആഡ് ചെയ്യുക. അതെനിക്ക് വേറെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ല, ഗൂഗിൾ പേ ഉള്ള നമ്പറായിരിക്കണം ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്തതിന് ശേഷം ആർക്കാണ് അയക്കേണ്ടത് അത് ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കപ്പ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ കപ്പ ശരിക്കും കുഴയണം. കപ്പ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കപ്പയും ബീഫും കൂടി കൂട്ടി മിക്സ് ചെയ്തായിരിക്കും കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. കപ്പ വേറെ,
കപ്പ അതേപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ കറി ഉണ്ടാക്കുന്നു. കഴിക്കാൻ നേരത്ത് കറി ഇതിന് കൂടെ ഒഴിച്ച് നമ്മൾ മിക്സ് ചെയ്ത് കഴിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ കറി നമുക്ക് വേറെ ഏതെങ്കിലും കാര്യങ്ങൾക്ക് എടുക്കണമെങ്കിൽ അങ്ങനെയും കറി എടുക്കാം. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വാടിയിട്ടുണ്ട്, ഗോൾഡൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ കുറച്ച് ഇത് കറിക്ക് ആവശ്യമായ മസാലയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ ഗരം മസാല, കറിക്കൂട്ട്, അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു 6-7 വിസിൽ അടിച്ചതിന് ശേഷം ബീഫ് ഒന്ന് കുഴഞ്ഞ് കിട്ടേണ്ട ഒരാവശ്യമുണ്ട്, കപ്പയിലേക്കാണല്ലോ. അപ്പോൾ ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോ ഇറച്ചിയും 2 കിലോ കപ്പയുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 7 വിസിൽ അടിക്കുന്നവരെയും കുക്കറിൽ വെച്ചിട്ട് തീ ഓഫ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഞാനതിന് ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉണ്ടോ? അപ്പം നമുക്കറിയാം കറക്റ്റ് ആ ഇറച്ചിയുടെ ലെവൽ ഒരു പൊട്ടിക്ക് താഴെ എന്നാലും മതി. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഉപ്പ് ഇപ്പോൾ ഇതിനകത്തേക്കൊരു 2 ടീസ്പൂണ് ഉപ്പാണ് ചേർക്കുന്നത്. പിന്നീട് നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നല്ല ചൂട് കപ്പയും ബീഫ് കറിയും റെഡി. ടേസ്റ്റ് ചെയ്തായിരുന്നു, വെരി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയൊക്കെ നോക്കി കഴിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങളും ചാനലിൽ വന്ന് ചെയ്യണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം.